എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് ക്ലാസ് 3 ഇംഗ്ലീഷ് യൂണിറ്റ് 3യിലെ ആക്ടിവിറ്റി 4 മാച്ച് ദ കോളം എന്നുള്ള ആക്ടിവിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ ആക്ടിവിറ്റി ആദ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സം പിക്ചേഴ്സ് ഫ്രം ദ സ്റ്റോറി are given in column A. Match them with the events in column B. So there is column A and column B. Some pictures from the story is given in the column A, and there is a different kinds of events set in column B. So we should match them. ഇവിടെ കോളം എയിൽ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. കോളം ബിയിൽ ആ ഒരു സ്റ്റോറിയിൽ നടക്കുന്ന കുറച്ച് ഇവൻസ് ആണ് തന്നിരിക്കുന്നത്. ആ ഇവൻസിനെ നമ്മൾ ഈ കോളം എയിലെ പിക്ചറുമായിട്ട് മാച്ച് ചെയ്യുക എന്നുള്ളതാണ് ആക്ടിവിറ്റി. ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇതൊരു റെഫറൻസ് മാത്രമായിട്ട് എടുക്കണം. കുട്ടികൾക്ക് അതേ കോപ്പി ഇത് വെച്ച് നൽകാൻ വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും പാടില്ല. കുട്ടികളെ സഹായിക്കുന്ന തരത്തിൽ മാത്രമായിരിക്കണം പാരൻസ് ചെയ്യുന്ന പ്രവൃത്തി. കുട്ടികളെ കൊണ്ട് ആ ചിത്രത്തിൽ എന്താണ് ഉള്ളത് എന്ന് നോക്കിപ്പിക്കുക. അതേപോലെ തന്നെ ഇത് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം കുട്ടികൾ സ്വയം കണ്ടെത്താൻ ശ്രമിക്കുക തുടങ്ങിയ രീതിയിലൊക്കെ എന്ത് ചെയ്യണം, ഇവിടെ പോകണം എന്നുള്ളത് ആദ്യമേ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ആ ഒരു കോളം ബിയിലെ കാര്യങ്ങളൊന്ന് ആദ്യം വായിച്ചു പോവാം. ദ ക്രോ കോട്ട് അണ്ടർ എ ഫാളൻ ബ്രിഡ്ജ്. ആ ഒരു കാക്ക എന്ത് ചെയ്തു, വീണ ആ ഒരു ചില്ലയ്ക്ക് താഴെ അകപ്പെട്ടുപോയി. ദ നെസ്റ്റ് ഫെൽ ഡൗൺ. ആ ഒരു കൂടെന്തായി, താഴേക്ക് പതിച്ചു. ദ ബ്രാഞ്ച് ഓഫ് ദ ട്രീ ബ്രോക്ക് ഇൻ ദ വിൻഡ്. ആ ഒരു മരത്തിൻ്റെ ചില്ല കാറ്റുകൊണ്ട് എന്ത് ചെയ്തു, ഒടിഞ്ഞുപോയി. റോക്കി സേവ്ഡ് ദ മദർ ക്രോ. റോക്കി എന്ത് ചെയ്തു, ആ ഒരു അമ്മക്കാക്കയെ രക്ഷിച്ചു. ഇത്രയുമാണ് ഇവൻസ്. ഇനി നമുക്ക് എ എന്നുള്ള ചിത്രം നോക്കാം. എ എന്നുള്ള ചിത്രം നമ്മൾ നോക്കുമ്പോൾ ഒരു കൂട് താഴെ കിടക്കുന്നതാണ് കാണുന്നത്. ദ ക്രോ കോട്ട് അണ്ടർ എ ഫാളൻ ബ്രാഞ്ച്. കാക്ക അതിലകപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. അതൊരിക്കലും വരില്ല. ദ നെസ്റ്റ് ഫെൽ ഡൗൺ. നെസ്റ്റ് എന്ത് ചെയ്തു, താഴേക്ക് വീണു. അതാണ് ആ എ എന്നുള്ള ചിത്രം കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഉള്ളിടത്ത് എന്ത് ചെയ്യണം, എ എന്ന് കൊടുക്കണം. എ എന്ന് നമ്മൾ കൊടുത്തു. ഇനി അടുത്തതായിട്ട് നോക്കുമ്പോൾ രണ്ടാമത്തെ ചിത്രത്തിൽ റോക്കി എന്ത് ചെയ്യാണ്, റോക്കി ആ ഒരു വടിക്കഷ്ണം എന്ത് ചെയ്യാണ്, വലിച്ച് കൊണ്ടുപോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിൽ ദ ക്രോ കോട്ട് അണ്ടർ എ ഫാളൻ ബ്രാഞ്ച് എന്തായാലും വരില്ല. ദ ബ്രാഞ്ച് ഓഫ് ദ ട്രീ ബ്രോക്ക് ഇൻ ദ വിൻഡ്. അതും എന്തായാലും വരില്ല. എന്താണ്, ആ ഒരു കാറ്റത്ത് ബ്രാഞ്ച് ഒടിഞ്ഞു വീഴുന്നു. അത് റോക്കിയുമായിട്ട് ബന്ധമില്ല. പിന്നെ ആകെയുള്ളത് റോക്കി സേവ്ഡ് ദ മദർ ക്രോ. റോക്കി മദർ ക്രോയിനെ അല്ലെങ്കിൽ അമ്മക്കാക്കയെ സേവ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റോക്കി എന്ത് ചെയ്യുന്നത്, റോക്കി ആ ചില്ല വലിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തതായിട്ട് അവിടെ എന്ത് കൊടുക്കാം, ബി എന്ന് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ മൂന്നാമത്തെ ചിത്രം നോക്കുകയാണ്. മൂന്നാമത്തെ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് ആ കാക്ക എന്ത് ചെയ്യാണ്, ആ ഒരു ബ്രാഞ്ചിൻ്റെ അടിയിൽ പെട്ടുപോയിരിക്കുന്നതാണ് കാണുന്നത്. അത് ആദ്യത്തെ തന്നെയാണ്. ദ ക്രോ കോട്ട് അണ്ടർ എ ഫാളൻ ബ്രാഞ്ച്. ദ ക്രോ കോട്ട് അണ്ടർ എ ഫാളൻ ബ്രാഞ്ച്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് കൊടുക്കണം, സി. ഇനി ഒന്നും കൂടിയേ അവിടെ ബാക്കിയുള്ളൂ. അതായിരിക്കും ഡി. എന്താണ്, ദ ബ്രാഞ്ച് ഓഫ് ദ ട്രീ ബ്രോക്ക് ഇൻ ദ വിൻഡ്. ആ ഒരു ചില്ല എന്ത് ചെയ്യാണ്, നമുക്ക് ആ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒടിഞ്ഞ് വീഴുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നോക്കി, ആദ്യത്തേത് സി ആണ് വരിക, രണ്ടാമത്തത് എ ആണ് വരിക, മൂന്നാമത്തത് ഡി ആണ് വരിക, നാലാമത്തത് ബി ആണ് വരിക. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് തോന്നുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.